ഫ്രണ്ട്സേ, നമ്മുടെയൊക്കെ വീട്ടിൽ വാഗണർ, നമ്മുടെ ആൾട്ടോ, അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാറുകളുടെയൊക്കെ ഡോറിൻ്റെ സ്വിച്ച്, ഇപ്പോൾ നമ്മുടെ ഡ്രൈവർ സീറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 സൈഡിലെയും വിൻഡോയുടെയൊക്കെ ഡോർ ഓപ്പൺ ചെയ്യുന്ന സ്വിച്ചുകൾ ഇത് കണക്കുള്ള സ്വിച്ച്. ഇത് കണ്ടോ? ഇത് നമുക്ക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഇത് ഡോറിൻ്റെ ആ റൈറ്റ് സൈഡിൽ നമുക്ക് ഫിറ്റ് ചെയ്ത് വരുന്നതാണ് നമ്മുടെ വണ്ടിയുടെ റൈറ്റ് സൈഡിലായിട്ട് ഡ്രൈവിംഗ് സീറ്റിൻ്റെ അവിടെ. അപ്പോൾ ഇതിന് 4 വിൻഡോയുടേതും നമ്മുടെ എന്താ പറയുക ചൈൽഡ് ലോക്ക് അങ്ങനെയുള്ള സ്വിച്ചുകളെല്ലാം കൂടെ ഒന്നിച്ച് വരുന്നതാണ്. ഈ ഒരു സ്വിച്ച് ഇതിനെന്ന് പറയുമ്പം മാർക്കറ്റിൽ നല്ല വിലയുള്ളൊരു സാധനമാണ്. കാരണം ഈ ഇത്രയും സ്വിച്ചുണ്ട്, 6 സ്വിച്ചുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സാധനം ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ മാസ്റ്ററായിട്ടുള്ള നമ്മുടെ റൈറ്റ് സൈഡിൽ മാസ്റ്റർ സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുക. അതായത് പവർ വിൻഡോ നമുക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ആയിട്ട് ഒക്കത്തില്ല. അത് ഒരു ദിവസം പ്രസ് ചെയ്തപ്പോൾ അതെന്തോ ഒരു ബ്രേക്ക് ആയതാണ് ആ സ്വിച്ച്. അപ്പോൾ ഇന്ന് ഞാനത് അഴിച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോ അതെങ്ങനെ നമുക്ക് റിപ്പയർ ചെയ്യാം. കാരണം ഈ ഒരു സാധനം ഫുൾ സെറ്റായിട്ട് വേണം നമുക്ക് വാങ്ങിക്കാൻ. അപ്പോൾ നമ്മൾ ഈ സാധനം ഫുൾ സെറ്റായിട്ട് വാങ്ങിക്കുന്നതിന് നല്ല എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ റിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് എന്തുകൊണ്ടാണ് റിപ്പയർ ചെയ്യുന്നത്, വളരെ സിമ്പിളായിട്ടുള്ള വളരെ നിസ്സാരമായിട്ടുള്ളൊരു സാധനം വെച്ചിട്ട് ഞാൻ ഈ സാധനം ഇന്ന് റിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനൊക്കെ. അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ വലത് സൈഡിലെ ഡോർ, അതായത് ഡ്രൈവിംഗ് സീറ്റിലെ ഡോർ സൈഡ്. ഇവിടെ നിന്ന് പറയാൻ നമ്മുടെ 4 വിൻഡോയുടെയും ആ ഒരു പവർ വിൻഡോയുടെ എല്ലാം സ്വിച്ചുകൾ ഇവിടെയാണ് വരുന്നത്. അതായത് ചൈൽഡ് ലോക്ക് ഉണ്ട്, അതുപോലെ ഡോർ ലോക്ക് ഉണ്ട്. അങ്ങനെ 6 സ്വിച്ചുകളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇത് മുൻപ് ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ബട്ടണിൽ സെൻറ്ററിൽ പ്രസ് ചെയ്യുമ്പോൾ ആ ലോക്ക് ഓപ്പൺ ആവും. എന്നിട്ട് ഈ മിററിൻ്റെ ആ ഒരു മുകളിലത്തെ കവറിൻ്റെ ടോപ്പിൽ വലിച്ചു കഴിയുമ്പോൾ അതും ഓപ്പൺ ആയിട്ട് വരും, ആ ബ്ലാക്ക് കവർ. അത് കഴിഞ്ഞ് നമ്മുടെ ഈ ഡോറിൻ്റെ 2 സ്ക്രൂ ഉണ്ട് അതിനകത്ത്. അതായത് സെൻറ്ററിൽ 2 സ്ക്രൂ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇളക്കണം, 2 സ്ക്രൂ. അപ്പോൾ ആ ഡോറിൻ്റെ ഹാൻഡിലിൻ്റെ അവിടെ ഒരു സ്ക്രൂ ഉണ്ട്. താഴെ ആ സ്വിച്ച് ഇരിക്കുന്നതിൻ്റെ ബാക്ക് സൈഡിലായിട്ടുള്ള ആ ഹോളിനകത്തൊരു സ്ക്രൂ ഉണ്ട്. അപ്പോൾ ആ 2 സ്ക്രൂ നമ്മൾ അഴിക്കുന്നു. അത് അഴിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഈ ആ മിററിൻ്റെ ആ കവർ ഇളക്കി അവിടെ ഒരു ചെറിയ പിടിക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ശകലം ഒരു ചെറുതായിട്ട് പുറന്നോട്ട് വലിക്കുമ്പോൾ നമ്മുടെ ലോക്കുകളൊക്കെ എല്ലാം ഊരി വരും. കുറേ ലോക്കുകളാണ് കേട്ടോ ഇതിനകത്തെല്ലാം, ലോക്കിൻ്റെ ആ ഒരു പ്രോഗ്രാമാണ് നടക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഒരുപാട് വലിച്ച് പുറത്തോട്ട് എടുക്കരുത്. കാരണം അതിൻ്റെ ബാക്ക് സൈഡിൽ അതിൻ്റെ വയറുണ്ട്. അത് കണക്ടറിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്ത് വേണം എടുക്കാൻ. അതായത് സ്വിച്ചിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഒരു കണക്ടറുണ്ട്. ആ കണക്ടറിൽ നമ്മളത് പ്രസ് ചെയ്ത് ഒരു സൈഡിലൊരു പ്രസ്സിങ് ലോക്ക് കാണും. ആ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാൽ അത് ഓപ്പണായിട്ട് വരും. അപ്പോൾ ഇതെല്ലാം ലോക്കാണ്, സൈഡിലെല്ലാം ലോക്കായിട്ടാണ് ഇരിക്കുന്നത്. ആ ഡോറിൻ്റെ ഓരോ ഹോളുകൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിനകത്ത് നമ്മളിങ്ങോട്ട് വലിച്ചു കഴിയുമ്പോഴത്തേക്ക് വരും. പിന്നെ നമ്മുടെ ആ ലോക്കിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ സ്വിച്ച് നമ്മൾ പ്രസ് ചെയ്തിട്ട്, അതായത് ഒരു സൈഡിലേ ഉള്ള അതിൻ്റെ ഒരു ലോക്ക്, അത് നമ്മൾ ഒരുപാട് വലിച്ചെടുക്കാനില്ല, വളരെ കുറച്ച് നീളമേ ഉള്ള കേബിളിനും. അപ്പോൾ അത് നമ്മൾ ആ ലോക്കിൽ നിന്ന് ഊരിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഡോറ് 2ആയിട്ട് സ്പ്ലിറ്റായിട്ട് ഇങ്ങനെ പോരും. അപ്പോൾ നമുക്ക് കവർ വേറെയായി. പിന്നെ ഇതാണ് അതിൻ്റെ ആ കണക്ടർ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സൈഡിൽ പ്രസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻസ് ഉണ്ട്. അത് തന്നെ ആ സെൻറ്ററിൽ അത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ മറ്റേ ലോക്കിൽ നിന്ന് ഊരി വരും. അപ്പോൾ അങ്ങനെ നമ്മൾ ഊരി എടുത്തതിന് ശേഷം, അതായത് ഇതിനകത്ത് 6 സ്വിച്ചിൻ്റെ ഫംഗ്ഷൻ ഉണ്ട്. 4 വിൻഡോയുടെതും പിന്നെ ചൈൽഡ് ലോക്ക് പിന്നെ മിററിൻ്റെ ലോക്ക്. അപ്പോൾ അങ്ങനെ ഇതാണ് അതിൻ്റെ കണക്ടർ. ആ കണക്ടറിനകത്ത് അതിന് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് തിരിച്ച് സൈഡിൽ അങ്ങനെ കുത്താനൊക്കെ നോക്കത്തില്ല. അപ്പോൾ ഈ സ്വിച്ച് നമ്മൾ ഇതിനകത്തുനിന്ന് ഊരി എടുക്കണം ഈ ഡോറിൽ നിന്ന് ഇനി. അപ്പോൾ ഇതെല്ലാം ഒരു കോംബോ പാക്കായിട്ടാണ് അതിനകത്ത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്വിച്ചിൻ്റെ കാര്യത്തിൽ നിന്ന് നല്ല വില കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊന്ന് അഴിച്ച് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാനൊക്കെ. കാരണം ഇതിൻ്റെ ആ ഡ്രൈവിംഗ് സീറ്റിൻ്റെ അവിടുത്തെ ഡോറിൻ്റെ ആ ഒരു ഗ്ലാസ് പൊക്കാനോ താക്കാനോ ഒന്നും നോക്കത്തില്ല. അത് ചില സമയത്ത് എന്തെങ്കിലും ലൂസ് കോണ്ടാക്റ്റൊക്കെ ആകുന്ന സമയത്ത് ഓപ്പൺ ആവും, ചിലപ്പോൾ ക്ലോസ് ആവും. അപ്പോൾ ഈ ഡോർ ഇങ്ങനെ ഊരി എടുത്തതിന് ശേഷം അവിടെ ഒരു 3 സ്ക്രൂ ഉണ്ട്, അത് ഞാൻ ഊരുന്നു. അത് കഴിയുമ്പോൾ ആ ഒരു പാർട്ട് മാത്രമായിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. അവിടെ ചെറിയ ലോക്കും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ലോക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അത് ഓപ്പോസിറ്റ് സൈഡിലേക്ക്, അതായത് നമ്മുടെ നല്ല ഭാഗത്തേക്ക് ഊരി വരും. അപ്പോൾ ആ സ്വിച്ച് ഇരിക്കുന്ന ആ ഒരു പോർഷൻ മാത്രം നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ ഞാനിത് കാണിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ ചെറിയ കാറുകൾ, സുസുക്കിയുടേതും അങ്ങനെയുള്ള ചെറിയ ഹുണ്ടായുടെ കാറുകളൊക്കെ അങ്ങനെയുള്ളതിനൊക്കെ ഇതുപോലുള്ള സ്വിച്ചുകളാണ് വരുന്നത്. ഇങ്ങനെയുള്ള പല രീതിയിലായിരിക്കും എന്നുള്ളൂ, ഇതുപോലെയൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ആ പാർട്ട് മാത്രം ഊരിയെടുത്തു. അപ്പോൾ ഡോറിൻ്റെ ആ ഒരു കവർ അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു പീസിനകത്താണ് ഇതിൻ്റെ കളികൾ മൊത്തം ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഊരണം. ഇതിനെ ഊരിയിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കണം, എവിടെയാണ് ഒടിഞ്ഞിരിക്കുന്നത്. കാരണം ആ ഒടിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ ആ സ്വിച്ചിനകത്ത് 2 ഫംഗ്ഷൻ ഉണ്ട്, മുകളിലോട്ടും താഴോട്ടും പോകാനുള്ളത്. അപ്പോൾ അത് നമുക്കത് എവിടെയാണ് ഒടിഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും ചെയ്യാനൊക്കെ. ഇതിനകത്തൊരു PCB ഒക്കെ ഉണ്ട് കേട്ടോ, കാരണം പവർ സർക്യൂട്ട് ബോർഡുണ്ട്. നമ്മുടെ ആ ഡോർ വിൻഡോ ഒറ്റ പ്രസ്സിങ്ങിൽ അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുകയും, അതായത് ക്ലോസ് ആവുകയും ഓപ്പൺ ആവുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു ഫംഗ്ഷനൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ അതാണിത് കണ്ടോ, ഈ ഒരു സ്വിച്ച് കണ്ടോ, ആ സ്വിച്ച് ഒടിഞ്ഞിരിക്കുകയാണ്. ബാക്കിയുള്ള സ്വിച്ചിനൊക്കെ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഉണ്ട്. ഈ ഒരൊറ്റ സ്വിച്ചിന് മാത്രം, ആ ഡ്രൈവിംഗ് സൈഡിലെ ആ സ്വിച്ചിന് മാത്രമാണ് പ്രശ്നം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഒടിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഓട്ടത്തിലിങ്ങനെ ലൂസ് കോണ്ടാക്റ്റ് ആവുന്നു. കാരണം ചിലപ്പോൾ അത് വിൻഡോ ക്ലോസ് ആവും, ചിലപ്പോൾ അത് ഓപ്പൺ ആവും. അപ്പോൾ നമ്മൾ കണ്ട ആ സൈഡിൽ വൈറ്റ് കളർ ചെറിയ ചെറിയ ലോക്കുകളാണ് കേട്ടോ, ചെറിയ വലിയ പ്രയാസമൊന്നുമില്ല. ചെറിയ ടെസ്റ്റ് വെച്ച് ചെറുതായിട്ടൊന്ന് കുത്തി കഴിയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലും ഉണ്ട് 3 അത് കുത്തുക, അതിങ്ങോട്ട് ജസ്റ്റ് ഊരിയെടുക്കുക. അപ്പോൾ നമുക്ക് ആ സ്വിച്ചിൻ്റെ അത്രയും ആ കോംബോ പാക്കായിട്ട് ഊരി വന്നു. ഇനിയാണ് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ സ്വിച്ച് മാത്രമായിട്ട് നമുക്ക് ഊരിയെടുക്കാം. ടെസ്റ്റർ വെച്ചിട്ട് ആ സ്വിച്ചിൻ്റെ 2 സൈഡിൽ ചെറിയ ലോക്ക്, നമ്മുടെ ഇലക്ട്രിക്കൽ സ്വിച്ചില്ലേ അതേപോലെയൊക്കെ തന്നെയാണ് ഇതിനും വരുന്നത്. അപ്പോൾ അതിൻ്റെ 2 സൈഡിൽ 2 എതൾ കണക്കുണ്ട്. അത് ജസ്റ്റ് ഒന്ന് അകത്തി കഴിഞ്ഞാൽ, ടെസ്റ്റർ വെച്ച് ചെറുതായിട്ടൊന്ന് അകത്തി കഴിയുമ്പോൾ ആ സ്വിച്ചിൻ്റെ ടോപ്പ് വശം നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഊരിയെടുത്ത് കഴിയുമ്പോൾ, ഊരിയെടുക്കുന്ന സമയത്ത് സൂക്ഷിക്കണം, അതിനകത്തൊരു സ്പ്രിങ് ഉണ്ട്. അപ്പോൾ ആ സ്പ്രിങ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു നീഡിൽ മുന്നോട്ട് തള്ളി വരും. അതേലാണ് നമ്മുടെ ഈ ടെമ്പർ, അതായത് ആക്ഷൻ നിൽക്കുന്നത്, മുകളിലോട്ടും താഴോട്ടുമൊക്കെ പോകുന്നതിൻ്റെ ഒരു ആക്ഷന്. പിന്നെ ആ സ്വിച്ചിൻ്റെ കോണ്ടാക്റ്റും അതിനുള്ളിലാണ്. ഇപ്പോൾ ഇത് അത്രയ്ക്ക് ഇതിനകത്തോട്ട് ഉള്ളിലോട്ട് സൂക്ഷിച്ച് നോക്കാമെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു സ്വിച്ചുണ്ട്. സ്വിച്ച് മീൻസ് അതിൻ്റെ കോണ്ടാക്റ്റ് മുട്ടുന്നത് 2 പാർട്ടായിട്ടാണ്, 2 ഹോളുണ്ട് അവിടെ. അപ്പോൾ അതിനകത്ത് ഒരെണ്ണത്തിനകത്ത് ഈ സ്വിച്ചിൻ്റെ ഞാൻ ഒരു കൈ വെച്ചേക്കുന്നതിൻ്റെ ആ നീളമുള്ള പാർട്ട് ഒരു ചെറിയൊരു നീഡിലിനകത്ത് ചെന്ന് മുന്നോട്ടും പുറകോട്ടും നീക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഈ ഡോറ് മേളോട്ടും താഴോട്ടും ഒക്കെ പോകാനും വേണ്ടി സഹായിക്കുന്നത്. അപ്പോൾ അവിടെയാണ് അതിൻ്റെ കോണ്ടാക്റ്റ് മുങ്ങുന്നത്. അപ്പോൾ ഇതിനകത്ത് അതിൻ്റെ ആ സൈഡോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു ഹോളുണ്ട്. അതിനകത്ത് ചെറിയ സ്പ്രിങ്, നമ്മുടെ ഇലക്ട്രിക്കൽ സ്വിച്ചൊക്കെ അടിച്ചവർക്കും ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം ആ സ്വിച്ചിനകത്ത് ആ സ്പ്രിങ്ങിൻ്റെ കൂടെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു തുണ്ട് പീസ്, ഇതാണ് നമ്മുടെ ഈ ഒടിഞ്ഞു പോയിരിക്കുന്ന സാധനം. ഈ സാധനം ഒടിഞ്ഞു പോയതുകൊണ്ടാണ് ഈ സ്വിച്ച് ഇതിനകത്ത് വർക്ക് ചെയ്യാത്തത്. അപ്പോൾ അതുകൊണ്ട് ഇതേ രീതി ഇതിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഗ്ലൂ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതൊരു സക്സസ് ആയിട്ട് നിൽക്കത്തില്ല. അതായത് ടെമ്പററി ആയിട്ട് ഇപ്പോൾ ഒരു ദിവസമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഓടിയെന്നിരിക്കും, പിന്നെ നമ്മൾ ഓടിയും. അപ്പം ഞാൻ കണ്ട മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ കർട്ടനൊക്കെ പണ്ടൊക്കെ നമ്മൾ ഫ്ലീറ്റൊക്കെ ഉപയോഗിച്ചിട്ട് കർട്ടൻ്റെ ഹുക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ മിക്കവാറും വീട്ടിലൊക്കെ കാണും ഇതുപോലെ സാധനം. അപ്പോൾ എൻ്റെ കയ്യിൽ കിടന്ന ഹുക്ക് ഞാൻ എടുത്തുകൊണ്ട് വന്ന് നോക്കിയപ്പം കറക്റ്റ് ആ ഒരു സാധനം സൂട്ടാവുന്ന സാധനമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ ഒരു ഹുക്കിനെന്ന് പറഞ്ഞാൽ കുറച്ച് ബലവും ഫ്ലെക്സിബിലിറ്റിയൊക്കെ ഉള്ളതുകൊണ്ട് ഒടിഞ്ഞു പോകത്തില്ല പെട്ടെന്ന്. അപ്പോൾ ഞാനത് നിവർത്തിക്കൊണ്ട് അതിനെ ചെറുതായിട്ടൊന്ന് ചുരണ്ടി, അതായത് അതിനെ ഒന്ന് കനം കുറയ്ക്കാൻ വേണ്ടി ഒരു ചെറിയൊരു കന വ്യത്യാസം മാത്രമേ അതിനകത്ത് ഉള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ ആ 4 സൈഡും ആ ബ്ലേഡ് കൊണ്ട് നൈഫ് കൊണ്ട് ചുരണ്ടിയതിന് ശേഷം അതിൻ്റെ ആ ഒരു സ്പ്രിങ്ങിനകത്ത് കണ്ടത് കണ്ടോ, സ്പ്രിങ്ങിനകത്ത് ആ സാധനം അവിടെ വെച്ച് മുറിച്ചെടുത്ത് അതിൻ്റെ അറ്റം ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരുട്ടി കൊടുത്തു. എന്നിട്ട് മറ്റേ ആ ഒടിഞ്ഞ പീസിൻ്റെ നീളത്തിനനുസരിച്ച് മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കുക കറക്റ്റായിട്ട്. ഈ സാധനം ആ സ്പ്രിങ്ങിനകത്ത് കറക്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇത് അതിനകത്തൂടെ നല്ലോണം പ്രസ്സായിട്ട് മൂവ് ആവും. അതായത് ആക്ഷൻ വരണം. നമ്മൾ ഈ സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ആക്ഷൻ കിട്ടുമല്ലോ, അത് റിട്ടേൺ വരാൻ വേണ്ടി മാത്രം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കർട്ടൻ്റെ ഹുക്കാണ് ഏറ്റവും നല്ല സാധനം കേട്ടോ, ഒടിഞ്ഞു പോകത്തൊന്നുമില്ല, നല്ല ഫ്ലെക്സിബിലിറ്റി ആയിട്ടുള്ളൊരു സാധനം. അപ്പോൾ അത് അതിനകത്ത് നമ്മൾ വയ്ക്കുന്നു. അത് വെച്ചിട്ട് നിങ്ങളിപ്പോൾ കാണിക്കുക അതിന് ടെൻഷൻ ഉണ്ടോ എന്നുള്ള, ആ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ കണ്ടോ, ഫ്രീ ആയി. കാരണം ആ കനമുണ്ട്. എന്നാൽ നമ്മൾ വേറെ ഏതെങ്കിലും സാധനം ഇതുപോലെ കട്ട് ചെയ്ത് എടുത്ത് വരുമ്പോഴത്തേക്ക് സമയം എടുക്കും. അതുപോലെ തന്നെ ഇത്ര ഒരു ക്വാളിറ്റി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ട ഒരു മാർഗ്ഗം ഈ കർട്ടൻ്റെ ഹുക്കാണ് കേട്ടോ, പ്ലാസ്റ്റിക്. ഇന്നിപ്പോൾ നിലവിൽ അധികം ആരും ഉപയോഗിക്കുന്നില്ലെന്ന് തോന്നുന്നു ഈ സൈസ് കർട്ടനൊക്കെ. നേരത്തെയൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് എൻ്റെ കയ്യിൽ പഴയ കിടന്ന സാധനമാണ്. അപ്പോൾ ഞാനത് എടുത്തു, അതിന് സൂട്ടാക്കി ഇത് ആ സ്വിച്ചിനകത്ത് കറക്റ്റായിട്ട് വെച്ച് കണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ഒരു സ്വിച്ചിൻ്റെ ഫങ്ഷൻ എല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ഞാൻ അങ്ങോട്ട് കയറ്റി വെച്ച് പ്രസ് ചെയ്തതേ ഉള്ളേ, വേറെ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വേണ്ട അതിൻ്റെ ആ ടെൻഷൻ കിട്ടി.
അതായത് താഴോട്ട് പോവുകയും ചെയ്യും, റിട്ടേൺ മുകളിലോട്ട് വരികയും ചെയ്യും. അതായത് മുകളിലോട്ട് ക്ലോസ് ചെയ്യുന്നതും താഴോട്ട് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ താഴോട്ട് ഓപ്പൺ ചെയ്യുന്നതിനും വേണ്ടി. അപ്പോൾ ഇനി ഈ സ്വിച്ച് ഞാൻ ആ കണക്ടറിനകത്ത്, വണ്ടിയുടെ ഡോറിനകത്ത് കണക്ടറിനകത്ത് കണക്ട് ചെയ്തിട്ട് നിങ്ങളെ ജസ്റ്റ് കാണിക്കുന്നുണ്ട്, ഈ സ്വിച്ച് മാത്രം. കാരണം ആ വിൻഡോ ഓപ്പൺ ആകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഇത് പുതിയതായിട്ട് വാങ്ങിക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നല്ലൊരു റേറ്റ് എന്തായാലും ആകും. കാരണം ഇത്രയധികം സ്വിച്ചും അതിൻ്റെ ഫംഗ്ഷനും എല്ലാം കൂടെ വരണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു എമൗണ്ട് പോരാ എന്നുള്ളത് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പണി ചെയ്തത് കേട്ടോ. അത്യാവശ്യക്കാർക്ക് ഇതുപോലൊക്കെ ചെയ്യാം. ചെറിയ ചെറിയ തൊട്ടുകൊടുക്ക് പണികളൊക്കെ നമുക്ക് ചെയ്താലും നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ ഓടും. അപ്പോൾ എന്തായാലും ഇത് ഫംഗ്ഷനൊക്കെ ക്ലിയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിത് നേരെ എടുത്തുകൊണ്ട് പോയിട്ട് വണ്ടിയുടെ ആ കണക്ടറിലൊന്ന് കൊടുത്ത് നിങ്ങളെ ചാവിയൊക്കെ ഓണാക്കിയിട്ട് വിൻഡോ ഓപ്പൺ ആക്കി കാണിക്കുന്നു, ക്ലോസ് ചെയ്തും കാണിക്കുന്നുണ്ട്. വേണ്ട കണക്ടറിലാടുന്നു, ജസ്റ്റ് ബാക്കിയുള്ളതിനകത്ത് കണക്ട് ചെയ്തില്ല, സ്വിച്ച് മാത്രം ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി, നമ്മൾ അതിൻ്റെ പ്രവർത്തനം കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടി മാത്രം ഞാനിത് ജസ്റ്റ് ചാവി ഇടുന്നു. വണ്ടി ഇതേ ഓണാക്കുന്നുണ്ട്, നിങ്ങൾ നോക്കിയോ, വണ്ടി ഓണായിട്ടുണ്ട്. ഇത് കണ്ടോ, വണ്ടി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ചാവി ജസ്റ്റ് ഓണാക്കിയിട്ടേ ഉള്ളൂ. നമുക്ക് പവർ വിൻഡോ ഓണാവുന്നു, ഓഫ് ചെയ്യുന്നത് നിങ്ങൾക്ക് കേൾക്കാം, സൗണ്ട് കേൾക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇത് കണ്ടോ, ക്ലോസ് ചെയ്തതും ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഒക്കെ സൗണ്ട് അതിനകത്ത് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഗ്ലാസ് ഉണ്ടേ, അത് കേൾപ്പിക്കാൻ വേണ്ടിയാണ് ആ ഒരു വോളിയം അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഗ്ലാസ് തന്നെയാണ് താഴോട്ടും പോയിട്ടും. അപ്പോൾ എൻ്റെ ആ സ്വിച്ച് നിസ്സാര ഒരു കാര്യം കൊണ്ട് ആ സ്വിച്ച് റെഡിയാക്കാനായിട്ട് സാധിച്ചു. അതേസമയം നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഷോറൂമിലോട്ട് കയറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നല്ലൊരു എമൗണ്ട് വരും, സ്വിച്ചിൻ്റെ പ്രൈസും പിന്നെ അവരുടെ ലേബർ ചാർജും ഒക്കെ ആയിട്ട്. അപ്പോൾ അത്യാവശ്യം വർക്കൊക്കെ അറിയാവുന്നവർക്ക് ഇതുപോലെ തന്നെ ഊരിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് തന്നെ ഇതൊക്കെ റിപ്പയർ ചെയ്ത് വർക്ക് ചെയ്യിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ സ്വന്തം സാധനം ആയതുകൊണ്ട് നമുക്കിത് എപ്പോൾ വേണമെങ്കിലും അഴിക്കാം. കണ്ടോ, ക്ലോസ് ചെയ്യാം, അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യാം. ഇത് കണ്ടോ, ഇനി ബാക്കി ആ പഴയതുപോലെ തന്നെ നമ്മൾ പിടിപ്പിച്ച് ക്ലിയർ ചെയ്ത് ക്ലോസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ കണ്ടതിന് നന്ദി.